എല്ലാവർക്കും അത്ര പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റാത്ത ഒരു ഓഫ് ബീറ്റ് ലൊക്കേഷനിലേക്ക് ഒരു യാത്ര പോയാലും ഞാൻ പറഞ്ഞ ഈ സ്ഥലം കൊടൈക്കനാലിലെ കൂക്കലിലാണുള്ളത്. കൂക്കൽ വില്ലേജിന്റെ പല വിഷ്വൽസും നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും. പക്ഷേ ആ വിഷ്വൽസിൽ നിങ്ങൾ കാണുന്ന സ്ഥലങ്ങളെല്ലാം ഈ കാണുന്ന മലയുടെ മുകളിലുള്ളതാണെന്ന് മാത്രം. ചെങ്കുത്തായ ഈ മല ട്രെക്ക് ചെയ്ത് താഴെ ഇറങ്ങി വേണം ഞാൻ പറഞ്ഞ സ്പോട്ടിലേക്ക് എത്താൻ. പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ഇവിടുത്തെ പ്രകൃതിയും അരുവികളും മഴയുമെല്ലാം ആസ്വദിച്ചിരിക്കാൻ പറ്റിയ ഒരു കിഡിലൻ സ്റ്റേ. നിങ്ങൾക്ക് നല്ല ഭാഗ്യമുണ്ടെങ്കിൽ ഈ സ്റ്റേയുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ വൈൽഡ് അനിമൽ സൈറ്റിങ്സും കിട്ടും. അധികമാരും കാണാത്ത പൂക്കലിലെ കാണാക്കാഴ്ചകളിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. അപ്പോഴെങ്ങനെയാ യാത്ര തുടങ്ങുകയല്ലേ? ഒരൊറ്റത്തവണ പോയെങ്കിൽ പിന്നീട് ഒരിക്കലും മറക്കാനാകാത്ത അനുഭവമാണ് കൊടൈക്കനാലിലെ ഉൾഗ്രാമങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നത്. ഇവിടുത്തെ തട്ടുതട്ടായുള്ള കൃഷിസ്ഥലങ്ങളും അതിന് നടുവിലുള്ള കൊച്ചു ഗ്രാമങ്ങളും ഇവിടുത്തെ ആൾക്കാരുടെ സ്വഭാവവും പെരുമാറ്റ രീതിയുമെല്ലാം ഏതൊരാളെയും ഈ സ്ഥലത്തേക്ക് വീണ്ടും വരാൻ പ്രേരിപ്പിക്കുന്നതാണ്. കൂക്കലിലെ ക്ലൈമറ്റ് ഇതുപോലെ അൺപ്രഡിക്റ്റബിൾ ആണ്. പെട്ടെന്നാണ് കോട വന്ന് മൂടുന്നതും തെളിയുന്നതുമൊക്കെ. ഇവിടെ നിന്ന് അങ്ങോട്ട് 5 കിലോമീറ്ററോളം കുത്തനുള്ള ഇറക്കമായതുകൊണ്ട് ആവശ്യത്തിന് വേണ്ട സാധനങ്ങൾ മാത്രം എടുത്തിട്ടാണ് താഴേക്ക് പോകുന്നത്. എന്തൊക്കെ സാധനങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ നോക്കിയാലും ക്യാമറയും എക്യുപ്മെന്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു ബാഗിൽ മിനിമം 10 കിലോയ്ക്കുള്ള ഐറ്റം എങ്കിലും ഉണ്ടാവും. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ട്രെക്കിൽ ഗൈഡോ ഒന്നും ഉണ്ടാകില്ല. നമ്മുടെ ഹോസ്റ്റായ വിനയ് നമുക്ക് വരാനുള്ള വഴിയൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടുന്ന് പൂക്കൽ വാട്ടർഫോൾസിലേക്ക് പോകാനുള്ള വഴിയിലൂടെ വേണം നമുക്ക് പോകാൻ. ആ വാട്ടർഫോൾസിലേക്കുള്ള ഡീവിയേഷൻ എടുക്കുന്ന സ്ഥലമാകുമ്പം നമ്മുടെ ട്രക്കിന്റെ പാതി ദൂരം നമ്മൾ കവർ ചെയ്യുള്ളൂ. ഈ കാണുന്ന മല കണ്ടോ? ഇതിന്റെ മുകളിലാണ് നമ്മളിപ്പം നിൽക്കുന്നത്. ഈ കാണുന്ന വഴിയിലൂടെയാണ് നമുക്കിനി താഴോട്ട് പോകേണ്ടത്. ഇനി നമ്മുടെ ഈ ട്രെയിലിനെ കുറിച്ച് പറയാം. ഈ ഒരു ട്രെക്കിംഗ് ട്രെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് തുടങ്ങുമ്പോൾ തൊട്ട് നമ്മുടെ സ്റ്റേ എത്തുന്ന വരെ മൊത്തം ഇറക്കമാണ്. ഇതിന്റെ ഡിഫിക്കൽട്ടി ലെവലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മോഡറേറ്റ് ട്രെക്ക് അങ്ങനെ വേണം പറയാൻ. മഴയൊക്കെ പെയ്തിരിക്കുന്ന സമയത്ത് ഇതിലൂടെ നടക്കുമ്പോൾ ഒരല്പം സൂക്ഷിക്കണം. ഒരുപാട് ഉരുളം കല്ലുകളും ചെളിമണ്ണൊക്കെ ആയതുകൊണ്ട് തെന്നി വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. ഇവിടുത്തെ മെയിൻ ട്രാൻസ്പോർട്ടേഷൻ ഇതാണ് കേട്ടോ, ട്രാക്ടർ. ഈ വഴി എങ്ങനെയൊക്കെ ആണെങ്കിലും ഇവിടുന്ന് കിട്ടുന്ന വിഷ്വൽസ് അതൊരു രക്ഷയില്ലാത്തതാണ്. നമുക്ക് ഈ പോകുന്ന വഴിക്ക് തന്നെ കൂക്കൽ വാട്ടർഫോൾസിന്റെ പല ഭാഗങ്ങളും കാണാനും പറ്റും. നമ്മൾ നേരത്തെ കണ്ട ട്രാക്ടറാണ് ആ കിടക്കുന്നത്. ഇവിടെ റോഡ് പണി നടക്കുന്നിടത്തോട്ട് ആൾക്കാരുമായിട്ട് വന്നതാണ്. அவங்களுக்கு கோயம்புத்தூர்லேயும் இருக்குது. ஆமாம், கோயம்புத்தூர். அவங்க எஸ்டேட் இங்கே இருக்குதா? அவங்க தான் ரோட் போடுறாங்க. நல்லாச்சு. இங்கே இருக்கிறவங்களுக்கு ஒரு யூஸ் ஆயிடுச்சு. என்ன ஒரு மாதத்தில் ஃபுல்லாக முடிஞ்சிடும். சரிங்கண்ணா. തമിഴ്നാട്ടിലെ ഫേമസ് ആയിട്ടുള്ള ധനലക്ഷ്മി ശ്രീനിവാസൻ ഗ്രൂപ്പ് ഇവിടെ താഴെ ഒരു കാപ്പിത്തോട്ടം മേടിച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്കുള്ള റോഡ് അവർ റെഡിയാക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ വഴി നല്ല കുത്തനെയുള്ള വഴിയാണെന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഇവിടുന്ന് വരുന്ന ഈ ബെൻഡ് കർവുകളൊക്കെ നല്ല ഷാർപ്പ് കർവാണ്. ഇവർ ചെയ്യുന്നത് ആദ്യം ഈ കർവിലാണ് കോൺക്രീറ്റ് ഇടുന്നത്. താഴെ വരെ ഈ കർവ് കോൺക്രീറ്റ് ചെയ്തിട്ട് പിന്നെ ഈ നടുക്കുള്ള ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്യുന്നതെന്നാണ് അവർ പറഞ്ഞത്. ഓഫ് റോഡ് കേപ്പബിൾ ആയിട്ടുള്ള വണ്ടികളുമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങി വരാം. ഇറങ്ങുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ തിരിച്ച് കയറുമ്പോഴത്തേക്കിനും നല്ലൊരു എക്സ്പെർട്ട് ഡ്രൈവർ അല്ലെങ്കിൽ ശരിക്കും വെള്ളം കുടിക്കും. ഇടയ്ക്ക് പെട്ടെന്ന് മഴയൊക്കെ പെയ്തായിരുന്നു. മഴ പെയ്ത് മണ്ണൊക്കെ നനഞ്ഞിരിക്കുന്നുണ്ട്. ഒരല്പം സൂക്ഷിച്ച് വേണം താഴോട്ട് ഇറങ്ങാൻ. ട്രെയിനിനേക്കാളിലും ഒരു ടഫാണ് ഈ ജീപ്പ് റോഡായത്. ഇവിടെ ഒക്കെ ഓക്കെയാ. ആ കോൺക്രീറ്റ് ചെയ്തെടുത്ത് എനിക്ക് ഇറങ്ങാൻ പേടിയായിരുന്നു. അവിടെ ചിലപ്പോൾ തെന്നിട്ടു. ഫ്രഷ് കോൺക്രീറ്റും കൂടെ അല്ലേ, പൊടിഞ്ഞു പോയെങ്കിൽ. മഴയും കോടയും പിന്നെ ഭംഗിയുള്ള കുറെ കാഴ്ചകളും എല്ലാം കണ്ട് 2.5 മണിക്കൂറോളം ഹൈക്ക് ചെയ്താണ് ഞങ്ങൾ സ്റ്റേയിലേക്ക് എത്തിയത്. ഹായ് വിനയ്, ഗുഡ് ആഫ്റ്റർനൂൺ.
Spoiled your plans. റെയിൻ കോട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിലും എല്ലാവരും ശരിക്കും നനഞ്ഞിട്ടുണ്ടായിരുന്നു. കാലിലൊക്കെ നല്ല ചെളിയും ഉണ്ട്. ഇനി ഇതെല്ലാം കഴുകിയിട്ട് വേണം ഒന്ന് അകത്തേക്ക് കയറാൻ. നിങ്ങൾ ഈ കാണുന്നത് ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് അല്ല, ഇതൊരാളുടെ റിട്ടയർമെന്റ് ഹോമാണ്. ഏകദേശം 6 മാസത്തോളം എടുത്താണ് വിനയ് ഇതിന്റെ വർക്ക് പൂർത്തിയാക്കിയത്. 3ഓളം MNCകളിൽ HR ഹെഡായിട്ട് ജോലി ചെയ്യുന്ന വിനയ്ക്ക് സ്വന്തമായിട്ട് ഒരു ട്രെക്കിംഗ് കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. 40ാമത്തെ വയസ്സിൽ ഇതെല്ലാം വേണ്ട എന്ന് വെച്ചാണ് വിനയ് റിട്ടയർമെന്റ് എടുത്ത് ഇവിടേക്ക് ഒതുങ്ങിക്കൂടിയത്. So Vinay, what type of guests do you accept here? I don't expect much. My expectation is only that whoever visit to this place should be considerate about nature and value and appreciate what we are blessed with here. Anyone and everyone is most welcome here. ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലെങ്കിലും ഇവിടെ ഇരിക്കുകയാണെങ്കിൽ സമയം പോകുന്നത് അറിയില്ല. നമുക്കിനി നമ്മുടെ സ്റ്റേയുടെ ഇന്റീരിയർ ഒന്ന് കണ്ടാലോ. വളരെ മിനിമലിസ്റ്റിക് ആയിട്ടാണ് ഇവിടെയുള്ള ഓരോ സാധനങ്ങളും ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഇതൊരു റിട്ടയർമെൻറ്റ് ഹോമാണെന്ന്. അപ്പം വിനയ്ക്കും വിനയുടെ ഫാമിലി ഫ്രണ്ട്സ് അവർക്ക് വേണ്ടി മാത്രമായിട്ട് ചെയ്തതാണ്. പിന്നീടാണ് ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി ഇത് ഓപ്പൺ ചെയ്ത് കൊടുത്തത്. അതും മിക്കവാറും സമയങ്ങളിൽ ഇവിടെ ഗസ്റ്റ് ഉണ്ടാകില്ല. ചിലപ്പം മാസങ്ങളോളം ഒരു ഗസ്റ്റിനെ എൻ്റർടൈൻ ചെയ്യാതെ വിനയ് ഒറ്റയ്ക്കിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. ഇതാണ് നമുക്ക് കിടക്കാൻ വേണ്ടിയുള്ള ബങ്കർ ബെഡുകൾ. ഇതുപോലെ 4 ബെഡ് ഇട്ടിട്ടുണ്ട്. ഇനി കൂടുതൽ ആൾക്കാരാണെങ്കിൽ മേളിൽ സെല്ലാറിലും ബെഡ് ഇടാം. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ സ്റ്റേയിൽ ഇലക്ട്രിക് സപ്ലൈ അവൈലബിൾ അല്ല. നമുക്ക് എന്തെങ്കിലും എക്യുപ്മെൻറ്റ്സ് ഒക്കെ ചാർജ് ചെയ്യണമെങ്കിൽ അതിനുള്ള പവർ ബാങ്ക് ഒക്കെ കൊണ്ടുവരണം. ഈ സ്റ്റേ എൻറ്റയർലി റൺ ചെയ്യുന്നത് സോളാർ പവറിലാണ്. ഇതാണ് എനിക്ക് ഈ സ്റ്റേയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻഡ് ആയിട്ടും വെൽ അറേഞ്ച്ഡ് ആയിട്ടുള്ള കിച്ചണാണ് ഇവിടുത്തേത്. ഇതാണ് ഇവിടുത്തെ ബാത്റൂം. ഇവിടെ വെറുതെ ഇരുന്ന് മഴ ആസ്വദിക്കാൻ തന്നെ ഒരു പ്രത്യേക സുഖമാണ്. ഈ കാണുന്ന കുന്നിൻ്റെ മേളിൽ വിനയ് പലപ്പോഴും പുള്ളിപ്പുലിയെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിപ്പുലി മാത്രമല്ല, ഇവിടെ ആനയും കരടിയും എല്ലാം ഉണ്ട്. പക്ഷേ ഇതുപോലെ മഴയും കോടയും ഉള്ളപ്പോഴത്തേക്കിനും എന്തെങ്കിലും സൈറ്റിംഗ് കിട്ടണമെങ്കിൽ വളരെ പാടാണ്. ഈ സ്ഥലമായിട്ടൊന്ന് സിങ്ക് ആയി കഴിഞ്ഞപ്പോഴത്തേക്കിനും വിനയ് ഇതിൽ എൻജോയ് ആയിട്ട് വന്നു. ഇവിടുത്തെ കുക്കിംഗ് എല്ലാം ചെയ്യുന്നത് വിനയ് തന്നെയാണ്. കുക്കിംഗ് മാത്രമല്ല, ഇവിടുത്തെ എല്ലാ പണികളും വിനയ് ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ഇവിടുത്തെ ഫുഡിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. കർണാടക സ്റ്റൈൽ ഫുഡാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഹരീശ്വരം അങ്ങനെയുണ്ട്? ഇത് പറഞ്ഞതിന്റെ ടേസ്റ്റ് ഒന്നും അറിയിക്കാൻ പറ്റില്ല. ഹരീശ്വരോട് ആ ചിരിയിലുണ്ട് അതെല്ലാം. എന്നെ ദത്തെടുക്കാവോ? It will get cool. This is like idli pudi. Yeah, idli pudi. A little bit sweeter. Masala dosa also we could. It's with jaggery. That's why. ഇവിടെ കുക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന വെജിറ്റബിൾസും സ്പൈസസും എല്ലാം വിനയ് ഈ പറമ്പിൽ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്നതാണെന്നുള്ള പ്രത്യേകതയും കൂടെ ഈ ഫുഡിനുണ്ട്. നമ്മുടെ സ്റ്റേയുടെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഇറങ്ങി കുളിക്കാൻ പാകത്തിനുള്ള ഒരു അരുവിയുമുണ്ട്. കാര്യമായ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലായിരുന്നെങ്കിലും ഞങ്ങൾ എല്ലാവരും ആ ഒരു ഈവനിങ് ശരിക്കും എൻജോയ് ചെയ്തു. രാത്രിയായതും നമ്മുടെ സ്റ്റേയുടെ ചുറ്റും ഇഷ്ടം പോലെ മിന്നാമിനുകളായിരുന്നു. വിനയ് പറയുന്നത് ഇവിടെ വർഷത്തിൽ എല്ലാ ദിവസവും മിന്നാമിനുകളെ കാണാൻ പറ്റുമെന്നാണ്. മിന്നാമിനുകളെ നമുക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവരുടെ ഫോട്ടോ എടുക്കാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ ഹരീഷ് ബ്രോ. നിങ്ങളീ കാണുന്നതാണ് തീപ്പുഴു അഥവാ ഗ്ലോവർ. ഇത് നമ്മുടെ മിന്നാമിനുങ്ങിൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇനി ഇതിൻ്റെ യഥാർത്ഥ സൈസ് എങ്ങനെയാണെന്നും കൂടെ കാണിച്ചു തരാം. ഇദ്ദേഹം നമ്മുടെ ഹരീഷ് ബ്രോയുടെ വിരലിനടുത്തിരിക്കുന്ന ഈ തീപ്പുഴുവിൻ്റെ വലിപ്പം കണ്ടോ? ഇത്രയും വലിയ പുഴുവിൽ നിന്നാണ് ഈ കുഞ്ഞു മിന്നാമിനും ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ എത്ര പേർക്ക് അറിയായിരുന്നു? മൊബൈൽ നെറ്റ്വർക്കും വൈഫൈയും കറണ്ടും ഒന്നും ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് ചെയ്യാനായിട്ടൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ നേരം ഇരുന്ന് കഥകളും വർത്താനവും ഒക്കെ പറഞ്ഞാണ് ഞങ്ങൾ ആ രാത്രി ചിലവഴിച്ചത്. വർത്താനം പറച്ചില് മെല്ലെ അടുക്കളയിലേക്ക് മാറി. അപ്പോഴാണ് ഈ ഒരു സംഭവം നടന്നത്. ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന ഗുണ്ടുമുളകായിരുന്നു. ഗുണ്ടുമുളകിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പറഞ്ഞുതരാം. വലിപ്പം വളരെ ചെറുതായിട്ട് ഉരുണ്ടിരിക്കുന്ന ഒരു മുളകാണ്. എരിവാണെങ്കിൽ നല്ല അടിപൊളി എരിവ്. It's so it will be too hot, right? Yeah, it will be super hot. If you want to taste, you can taste. പക്ഷെ ഈ ഒരു മണം മൂക്കിലോട്ട് അടിച്ചു കയറിയപ്പോൾ തൊട്ടുണ്ടല്ലോ വായിൽ വല്ലാതെ വെള്ളം ഊറുന്നുണ്ട്.
ഞാൻ എന്തായാലും ഈ ഗുണ്ടുമുളക് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. അരുൺ ബ്രോ ഇത് രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇത് ചപ്പാത്തി, അതുപോലെ മറ്റേതാ ഗുണ്ടുമുളക്, ഇവിടെ പിടിച്ച മുളക് ഒരു പീസ്. Small bite you take with chapati. അരുൺ ബ്രോ അരുൺ ബ്രോ രണ്ടും കൽപ്പിച്ച് മണക്കുമ്പോ തന്നെ വായിലിങ്ങനെ വെള്ളം വരുന്നു. അരുൺ ബ്രോ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത്. I make bhaji and eat this. സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് കൂടെ തീറ്റിക്കാനുള്ള പരിപാടിയാ. അനങ്ങി തുടങ്ങിയിട്ടുണ്ട്. കഴിച്ചോണ്ടിരിക്കുമ്പോൾ എനിക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല. ഇനിയിപ്പോ പറയാമല്ലോ, നല്ല അസാധ്യ എരിവായിരുന്നു. പക്ഷെ ചപ്പാത്തിയുടെ കൂടെ ബാലൻസ് ചെയ്ത് കഴിച്ചപ്പോഴത്തേക്കിനും ആ എരിവ് അത്രയ്ക്ക് അറിയുന്നില്ലായിരുന്നു. എന്നാലും നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. പക്ഷെങ്കിൽ ആ ടേസ്റ്റ്, അതിനു മുമ്പിൽ നമുക്ക് ആ എരിവൊക്കെ സഹിക്കാം. എന്റെ മോൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും എന്തുമാത്രം എരിവുണ്ടെന്ന്. കടിച്ചു പിടിച്ച് എരിവുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഇവരെല്ലാവരും കൂടെ എന്നെ കളിയാക്കി കൊല്ലും. അതുകൊണ്ട് കടിച്ചു പിടിച്ച് തിന്നായിരുന്നു. പക്ഷെ ടേസ്റ്റ് അത് അടിപൊളിയായിരുന്നു. ഉള്ളത് പറയണല്ലോ, നമ്മുടെ വിനയ് ഒരു അസാധ്യ കുക്കാണ് കേട്ടോ. ഇന്നലത്തെ ടൊമാറ്റോ റൈസ് ആണെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് തരാൻ ചെറിയൊരു ബുദ്ധിമുട്ട്, അതായത് നിങ്ങൾ വേണമെങ്കിൽ കഴിച്ച് നോക്കി ടേസ്റ്റ് ചെയ്ത് നോക്കാം. പക്ഷേ കേടായിട്ടില്ല. ഇവിടുത്തെ കിച്ചൺ തന്നെ ഫ്രിഡ്ജായിട്ടാണ്, റെഫ്രിജറേറ്റർ ആണെന്നാണ് വിനയ് പറയുന്നത്. കാര്യം എന്ന് വെച്ചാൽ 3 ദിവസത്തേക്ക് അവിടെ ഫുഡൊന്നും കേടാതിരുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ്. ഫുഡല്ല സൂപ്പർ. ഉച്ചക്കത്തെ ആണെങ്കിൽ ഇപ്പം ദാലും ടൊമാറ്റോ റൈസും കൂടെ കഴിച്ചിട്ട് അടിപൊളി. നമുക്കിന്നുള്ളത് ചപ്പാത്തി, ദാൽ കറി, ദാൽ തടുക്ക, ചോറ്, ടൊമാറ്റോ റൈസ്. ഈ അടുത്തിടെ ഉറങ്ങിയതിൽ വെച്ച് ഏറ്റവും സുഖമുള്ള ഉറപ്പായിരുന്നു ഇന്നലെ രാത്രി ഉറങ്ങിയത്. വിനയുടെ റിട്ടയർമെന്റ് ഹോമിൽ നമുക്ക് കാണാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. കാഴ്ചകളെല്ലാം തീർന്നു എന്ന് വെച്ചിരിക്കുമ്പോഴാണ് അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുവന്നത്. നമ്മൾ താമസിച്ച മെയിൻ ബിൽഡിങ്ങിന്റെ തൊട്ട് പുറകിലായിട്ടാണ് ഈ ചെറിയൊരു കിച്ചൺ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കറണ്ട് ഇല്ലാത്തടത്ത് ഓവൻ എന്ത് കാര്യമെന്ന് നിങ്ങളെപ്പോലെ എനിക്കും തോന്നിയായിരുന്നു. പക്ഷെ അതിനുള്ള മറുപടിയും വിനയുടെയിലുണ്ട്. All I have done is place this all around the oven. The heat, whatever comes to this firewood stove, goes all around and goes via chimney outside. I have put thermometer to regulate the temperature. So you have to control with firewood only your temperature. That's it. I bake bread, cake, cookies, whatnot. Everything, even barbecues. എന്തൊരു മനുഷ്യനാണല്ലേ. This is all storage of firewood. What you see is held by the root of a mango tree, which is more than 100 years old. See, there's a root going all around. So I haven't disturbed the ground much, keeping everything as it is. I've built everything around. People worry, what if root overgrows and destroys or damages the structure? I'm not worried about tomorrow. All I wanted was to do something today and at the same time not disturb our grandpa, who is a mango tree. That's ഒരു മനുഷ്യന് വേണ്ട മിനിമം റിസോഴ്സസ് മാത്രം ഉപയോഗിച്ചാണ് വിനയ് ഇവിടെ കഴിയുന്നത്. വിനയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പ്രകൃതിയിലേക്ക് തിരിച്ചുള്ള ഒരു യാത്രയാണിത്. വിനയെയും വിനയുടെ നൊമാഡ്സ് അഡോബിനെയും ശരിക്കും അടുത്തറിയണമെങ്കിൽ നിങ്ങൾ ഒരു ദിവസം ഇവിടെ വന്ന് താമസിക്കണം. വിനയുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും കേൾക്കണം. നിങ്ങൾക്കൊരു പക്ഷേ ചിലപ്പം അതിനോട് യോജിച്ചു പോകാൻ കഴിയില്ല. പക്ഷേ ഇരുത്തിയൊന്ന് ആലോചിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാകുക നിങ്ങളെടുക്കാൻ പേടിച്ച തീരുമാനങ്ങളാണ് ഈ മനുഷ്യനെടുത്ത് മുന്നോട്ട് പോകുന്നതെന്ന്. ഇത്രമാത്രം ധൈര്യം കാണിച്ച് ഈ മനുഷ്യന് മുന്നോട്ട് പോകണമെങ്കിൽ അതിന് കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു ഫാമിലിയും ഇദ്ദേഹത്തിനുണ്ട്. ഇവിടെയുള്ള ഒരു താമസവും വിനയുമായിട്ടുള്ള ഒരു സംഭാഷണവും ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം. അതാണ് നൊമാഡ്സ് അഡോബിന്റെ മാജിക്കും. ബ്രേക്ക്ഫാസ്റ്റും ഒരല്പം സ്പെഷ്യലാണ്. This is called Bisibelabath, similar to Tamil Nadu's sambar sada, rice and sambar, but this has lots of very unique ingredients like tamarind and lots of vegetables, peanut,
and powder called Bisabelabad powder itself. That's Bangalore Brahmin dish. It's a kind of comfort food. അരി പിന്നെ കടല ചെറുപയർ അങ്ങനത്തെ എല്ലാ ഐറ്റത്തിനും കൂടെ ആയിട്ടൊരു മിക്സ് ഒരു ഫ്ലേവർ. പ്രോട്ടീൻ റിച്ച് അല്ലേ? ഇതൊരു പ്ലേറ്റ് അടിച്ചെങ്കിൽ ഉച്ചയ്ക്ക് ഇനി ചോറൊന്നും വേണ്ട. അടിപൊളി. And this is your most favorite kappa, കപ്പ which is grown and made here itself. Yeah, you can try. ഇവിടെ വന്ന വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ കേരളത്തിലെ തമിഴ്നാട്ടിലെ ഫുഡ് കഴിച്ച് മടുത്തിട്ടായിരിക്കും ഇവിടെ ഉള്ളത്. ഇവിടെ വരുമ്പോൾ നമുക്കൊരു കർണാടക ഫ്ലേവറും കൂടെ കിട്ടും. അതാണ് ഇവിടുത്തെ വേറൊരു സ്പെഷ്യാലിറ്റി. entirely different taste, Yes. different flavor, and Hope very you natural. like it. Making the most of available resource, that's it. ഇറ്റ്സ് സൂപ്പർ. Yeah. ഈ ഒരു യാത്രയിൽ ഞങ്ങളെല്ലാവരും ഒരൊറ്റ സ്വരത്തിൽ പറഞ്ഞ ഒരു കാര്യമേ ഉള്ളൂ. നമ്മുടെ മനസ്സിന് തൃപ്തി വരുന്ന വളരെ കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ. ഇനി മുതൽ നൊമാഡ്സ് അഡോബും ഞങ്ങൾക്ക് അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. ഒന്ന് റിലാക്സ് ചെയ്യാൻ, പ്രകൃതിയുമായി കണക്ട് ചെയ്യാൻ, എപ്പോൾ വേണമെങ്കിലും കയറി വരാവുന്ന ഒരു സ്ഥലം. നിങ്ങൾക്കും ഇതുപോലൊരു വൈബാണ് വേണ്ടതെങ്കിൽ തീർച്ചയായും ഈ സ്ഥലം കൺസിഡർ ചെയ്യാവുന്നതാണ്. വിനയോടും നൊമാഡ്സ് അഡോബിനോടും തൽക്കാലം വിട പറഞ്ഞാണ് ഞങ്ങൾ 4 പേരും ഇറങ്ങിയത്. വീണ്ടും ഇവിടേക്ക് തിരിച്ചു വരണം എന്നുള്ളൊരു ആഗ്രഹത്തോടെയാണ് ഇവിടുന്ന് പടിയിറങ്ങുന്നത്. അടുത്ത വീഡിയോയിൽ പുതിയൊരു സ്ഥലവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.